ഓം ഹ്രീം നമ ശിവായ. ഓം ഹ്രീം ഹൗം നമ ശിവായ. ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുമാരഖണ്ഡം തുടങ്ങുകയാണ്. ശിവപാർവതിമാരുടെ ഹണിമൂൺ. അത് കുറച്ച് കാലം നീണ്ടപ്പോൾ ഉണ്ടായ വിഷമങ്ങൾ, ദേവന്മാർക്ക് വല്ലാത്ത പീഡകൾ ഈ താരകാസുരനിൽ നിന്ന് കിട്ടുന്നു. അതിനെ മറികടക്കാൻ എന്ത് വേണം എന്ന് ആലോചിക്കുന്നു. എല്ലാവരും കൂടിയിട്ട് ചെന്ന് മഹാദേവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അവിടെ ശിവപാർവതി ക്രീഡ ആയിരുന്നു. അത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമായിട്ടൊരു വിഷയമായി. എല്ലാവർക്കും വലിയ വിഷമമായി. പാർവതി ശപിച്ചു, ഇനി ദേവസ്ത്രീകൾ പ്രസവിക്കാതിരിക്കട്ടെ, കുട്ടികളില്ലാത്തവരാവട്ടെ. പിന്നെ ആ ബീജം സ്ഖലിച്ചത് ഭൂമിയിലായിപ്പോയി. അപ്പോൾ അത് അഗ്നിദേവൻ എടുത്തു. പിന്നെ ഭൂമിയിൽ വീഴാൻ പാടില്ല. അങ്ങനെ വിപ്രപത്നിമാരുടെ വയറ്റിലേക്ക് അങ്ങനെയായി എന്നാണ്. ആ ഒരു 6 പേരുണ്ടായിരുന്നു, കൃത്തികകൾ. പിന്നെ അവിടെ നിന്ന് വീണ്ടും അത് യാത്രയാവുന്നു. അങ്ങനെ 6 കൈമാറ്റം ചെയ്തതിൻ്റെ ശേഷമാണ് ഈ ഒടുക്കം ഗംഗയിലാണ്, ആ ഗംഗയുടെ തൊട്ട് തീരത്തുള്ള ശരവനം എന്നുള്ള ഒരു ഹിമവാനിലെ ഭൂപ്രദേശം, അവിടെ വെച്ചിട്ടാണ് ഈ ഉണ്ണി ഉണ്ടാകുന്നത്. അപ്പോൾ മഹാദേവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ബ്രാഹ്മണ സ്ത്രീകൾക്ക് തന്നെ സ്തന്യം ചുരക്കണു. അപ്പോൾ അവർ വേഗം ചെന്ന് ആ കുട്ടികളെ എടുക്കുന്നു. ഭഗവാന്റെ ആജ്ഞയാണ്. അവരാണ് പിന്നെ വളർത്തിയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുകയാണ്. ഉണ്ണിയെ തിരിച്ചു കൊണ്ടുവരുന്നതും പിന്നെ ഇനി സമയമായി താരകാസുരനെ കൊല്ലാൻ. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നല്ലോണം ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹാദേവനെയും അതേപോലെ ഈ ഇതിൻ്റെ ഒരു സാങ്കത്യം അർജൻറ്റായില്ലോ, അപ്പോൾ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ചില സംഭവങ്ങളും കുറച്ച് വലിയ അധ്യായമാണ്, നമുക്ക് പാരായണം ചെയ്യാം. ശ്രീ ഗുരുവായൂരപ്പ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടാകുന്നതായിട്ടുള്ള രംഗമാണ്. വിഷ്ണു തന്നെയാണ് സുബ്രഹ്മണ്യ സ്വാമി എന്നാണ് പറയാറ്. പാർവതിയുടെ സ്തന്യം കുടിക്കണം എന്ന് മോഹമുണ്ടായപ്പോൾ ഗണപതിയായിട്ട് വന്നതും സുബ്രഹ്മണ്യനായിട്ട് വന്നതും ചില പ്രത്യേക കാരണങ്ങളെ കൊണ്ട് അതിനനുസരിച്ചുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണുവിന് പാർവതി തന്നെ വരമായിട്ട് കൊടുത്തതാണ് പുത്രഭാവത്തിൽ വരൂ എന്ന്. അങ്ങനെയുള്ള വിഷ്ണു തന്നെയായ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മം നമുക്ക് കേൾക്കാം. ഓം. ശ്രീ ശിവമഹാപുരാണം 2ാമത്തെ സംഹിതയായിട്ടുള്ള രുദ്രസംഹിത, അതിൽ 4ാമത്തെ ഖണ്ഡമായിട്ടുള്ള കുമാരഖണ്ഡം, സ്കന്ധോൽപ്പത്തി, ആദ്യത്തെ അധ്യായം. അത് ഒറ്റധ്യായത്തിലായിട്ടല്ല, എന്നാലും ഞാൻ എഴുതിയപ്പോൾ ഒറ്റധ്യായത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ യുദ്ധം കൂടി ഉണ്ട്. കുറച്ച് വിസ്തരിച്ചുള്ളൊരു വിവരണമാണ്, നമുക്ക് വായിക്കാം. ഓം. വന്ദിക്കും ഭക്തനെ രക്ഷിക്കും ശങ്കരൻ, പ്രേമിക്കും ഭക്തനെ ഇഷ്ടനാക്കും ശിവൻ, പൂർണ്ണനാം ബ്രഹ്മം ത്രിമൂർത്തിക്കും ഈശ്വരൻ, ഭക്തൻ്റെ കാമങ്ങൾ പൂർത്തിയാക്കിത്തരും. ഇപ്പോൾ വന്ദന ശ്ലോകങ്ങൾ അങ്ങനെയൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആരാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് അവരെ ഭഗവാൻ രക്ഷിക്കും. ആരാണോ ഭഗവാനെ പ്രേമഭക്തിയോട് കൂടിയിട്ട് ആശ്രയിക്കുന്നത് അവർ ഭഗവാന്റെ ഇഷ്ടനായിട്ട് തീരും. ത്രിമൂർത്തികൾക്കും നാഥനായിട്ടുള്ള ഭഗവാൻ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എപ്പോഴും സാധിപ്പിച്ചു കൊടുക്കും. ആശുതോഷൻ എന്നുള്ള ആ ഒരു പേര് കിട്ടാൻ തന്നെ കാരണം ഇതാണ്. ഭഗവാന് തെറ്റ് ചെയ്യുന്നവരെ തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഭഗവാൻ ക്ഷിപ്രകോപിയും ആണ്. മംഗളരൂപിയാം ഐശ്വര്യദായകൻ, സത്യപ്രിയൻ നിത്യസത്യൻ ജഗൽ പ്രഭു, ബ്രഹ്മാവും വിഷ്ണുവും വന്ദിക്കും ഇന്ദ്രനും, ഭക്തർക്കനുഗ്രഹം നൽകും സകലനായി. ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള മംഗളസ്വരൂപം, അതേപോലെ ധാരാളം ഐശ്വര്യം, സമ്പത്ത് തുടങ്ങിയിട്ടുള്ള ശ്രീ, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം, ഇതെല്ലാം കൊടുക്കുന്നതായിട്ടുള്ള
നിത്യസത്യനായിട്ടുള്ള ബ്രഹ്മാവസ്ഥയിലുള്ള ഈ ഭഗവാന്റെ തന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നുള്ള രീതിയിൽ സൃഷ്ടിച്ച് സംഹാരങ്ങൾ ചെയ്യുന്നതും ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കുന്നതും ഇതേ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ ഈ ഉമയെ വേളി കഴിച്ചുകൊണ്ട് കൈലാസത്തിൽ വസിക്കുന്നു. ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലത്താണ് വിഹാരരംഗങ്ങളെല്ലാം എന്ന് തുടക്കം. കൈലാസം തന്നിൽ ശിവയൊത്തു ശങ്കരൻ വാണു അനുഗ്രഹമേകി ജഗത്തിനായി. ദേവഋഷി ജനമൊക്കെ ചെയ്തു ശിവപൂജനം സേവനം നിഷ്കാമർ ഭക്തരായി. ദമ്പതി ലീലകൾ ചെയ്തു രഹസ്യമായി കാമമുദ്ദീപകം രമ്യദേശം ഹരൻ. ചിന്തകൾക്കപ്പുറം സൗഖ്യമേകി ശിവൻ ഗൗരിയും തൃപ്തയായി ഭോഗം കൊണ്ടെപ്പോഴും. അപ്പോൾ അവർ പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്തു. അവിടെയാണ് ദമ്പതി ലീലകൾ ചെയ്തത്. കൈലാസത്തിൻ്റെ പ്രത്യേകത എപ്പോഴും ദേവന്മാർ, ഋഷികൾ, പൗരജനങ്ങൾ, മറ്റ് എല്ലാ ജീവജാലങ്ങളും, അതേപോലെ തന്നെ എല്ലാവരും ഗ്രന്ഥങ്ങൾ, നദികൾ, പർവ്വതങ്ങളൊക്കെ രൂപം സ്വീകരിച്ച് അവിടെ ഉണ്ടാവും എന്നാണല്ലോ പറയുക. പാർഷദ സങ്കല്പത്തിലുണ്ടാവും, ഭൂതഗണങ്ങളുണ്ടാവും, ദേവീ ഭൂതഗണം എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവിടെ ഓരോരുത്തരും സേവനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ശിവനും പാർവതിയും മറ്റൊരു രൂപം സ്വീകരിച്ചുകൊണ്ട് ഈ രഹസ്യമായിട്ടുള്ള സ്ഥലത്ത് ക്രീഡകൾ ചെയ്യുന്നു. ഇതാണ് അവിടെ സർവകാല സുഖാവഹം എന്ന് വൃന്ദാവനത്തിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ തന്നെയാണ് ഇവിടെ കാമമുദ്ദീപകമായിട്ടുള്ളൊരു പ്രദേശത്താണ് ഈ ക്രീഡകൾ നടക്കുന്നത്. ഗൗരിക്കും അതായത് പാർവതിക്കും എപ്പോഴും സംതൃപ്തിയെ കൊടുത്തുകൊണ്ട് ആ ലീലയൊക്കെ കുറച്ചധികം വിസ്തരിക്കുന്നുണ്ട്. അത് ഞാൻ ചുരുക്കി, കാരണം ആവശ്യമില്ല, അതുകൊണ്ട് അത്രയും കൂടുതലുണ്ട്. കാലം കടന്നു പോയി ചിന്തിച്ചു ദേവകൾ ഗൗരീസുതൻ പിറന്നില്ല മഹേശന്. ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും കാര്യമായി ചിന്തിച്ചു രുദ്രനെ കാണാൻ വരത്തിനായി. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കാലം കുറയായി. ഇവർ ഹണിമൂൺ തുടങ്ങിയിട്ടും കാലം കുറയായി, സന്താനം ഉണ്ടാവണില്ല. മഹാദേവനോട് സങ്കടം പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴാണ് അതിന് സൗകര്യം വേണ്ട എന്നൊക്കെ നോക്കി. അപ്പോൾ ആ സമയത്ത് കൈലാസത്തിലേക്ക് എത്തുകയാണ് വിഷ്ണു, ബ്രഹ്മാവ് എല്ലാവരും കൂടിയിട്ട്, ഇന്ദ്രനൊക്കെ ഉണ്ട്. പക്ഷേ എത്തിക്കഴിഞ്ഞ സമയം ലേശം അപകടമായിട്ടുള്ള സമയം. കണ്ടുപിടിച്ചു വിഹാരകേന്ദ്രം സുരർ വിഷ്ണുവോതി നമുക്കിപ്പോൾ ഗമിച്ചിടാം. ഇന്ദ്രാദിദേവകൾ വാവിട്ടു കേഴവേ രുദ്രഗൗരി ഭോഗവിഘ്നം ഭവിച്ചുപോയി. ആ സമയത്ത് കുഴപ്പമുണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഈ മഹാവിഷ്ണു അവിടെ ചെന്നത്, പോവാമെന്നൊക്കെ പറഞ്ഞത്. എല്ലാവരും കൂടിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് ക്രീഡകളുടെ ഒരു അവസാന ഭാഗമായിരുന്നു. അപ്പം അത് പാർവതിക്ക് ഒട്ടും സമ്മതമായില്ല. ഇത്ര രഹസ്യമായിട്ട് നമ്മളിവിടെ ചെയ്യുമ്പോൾ വിഷ്ണുവിനല്ലാണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ദേവന്മാരിങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ പ്രാണനാഥ എന്നായി. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് മഹാദേവനും. പക്ഷേ ഇവിടെ ദമ്പതി പ്രീതി ഭേദനം സംഭവിച്ചു പോയി. നിദ്രാഭംഗ കഥാച്ഛേദോ ദമ്പത്യോർ പ്രീതിഭേദനം ശിശുമാതൃ വിഭേദശ്ച ബ്രഹ്മഹത്യാ സമം സ്മൃതം എന്നാണ്. ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർത്താൻ പാടില്ല. ഉണർത്തി കഴിഞ്ഞാൽ ഉറക്കത്തിന് ഭംഗം വന്നാൽ ഈ ബ്രഹ്മഹത്യാ പാപ. അതേപോലെ തന്നെയാണ് ദമ്പതിമാർ പ്രീതി അനുഭവിക്കുന്ന സമയത്ത്, രതി അനുഭവിക്കുന്ന സമയത്ത് അതിനെ വിഘ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മൃഗങ്ങളൊക്കെ ചെയ്യണ സമയത്ത് അവരെ മറ്റൊരു മൃഗം വന്നിട്ട് അതിനെ ആക്രമിക്കില്ല. ശ്രമിക്കുന്ന സമയത്തിന് മുന്നേ ആയിട്ടേ ആക്രമണം ഉണ്ടാവുള്ളൂ. അതൊക്കെയാണ് നിയമേ. അപ്പം അങ്ങനെ അതിന് വിഘ്നം വരാൻ പാടില്ല എന്നാ. അങ്ങനെ ദമ്പത്യോർ പ്രീതിഭേദനം ബ്രഹ്മഹത്യാ സമം സ്മൃതം ആണ്. അതേപോലെ അമ്മ കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആ കുഞ്ഞിനെ എന്തെങ്കിലും കാരണവശാൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റി കഴിഞ്ഞാൽ ഇടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ബ്രഹ്മഹത്യാ പാപാണ്. ദാമോദര ലീല അതാണ്. പാല് തിളപ്പിച്ച് തിളച്ച് പോണു. അപ്പോൾ കൃഷ്ണന് മുല കൊടുത്തുകൊണ്ടിരുന്ന യശോദ ആ ഉണ്ണി അവിടെ ഇറക്കിയിട്ട് പാല് ഇറക്കി വെച്ചു. ഇത് ബ്രഹ്മഹത്യാ പാപായിന്ന. ഇതാണത്രേ 11 വയസ്സിന് ശേഷം 85 വയസ്സ് വരെ കൃഷ്ണനെ കാണാതെ കണ്ട് വിരഹമായിട്ട് അത് കിടന്നുപോയിന്ന. എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കണ്ടാണ് അത്രേ യശോദ
ബ്രഹ്മഹത്യാപാപത്ത് അവർക്ക് എന്താ വെച്ചാൽ പിന്നീട് ജന്മമില്ല. അപ്പോൾ ഈ ജന്മം തന്നെ അനുഭവിക്കണം. കൃഷ്ണസ്മരണയോട് കൂടിയിട്ട് കിടപ്പ് രോഗിയായിട്ട് വേറെ യാതൊന്നും ആഹാരം പോലും കഴിക്കാതെ കൊണ്ടാണ് അത്രയും കാലം കഴിച്ചത്. യശോദയ്ക്കല്ലാണ്ട് വേറെ ആൾക്കാർ സാധിക്കുക? ബ്രഹ്മഹത്യാ പാപാണ്, തീർത്താൽ തീരില്ല, അനുഭവിച്ച് തന്നെ തീരണമെന്നാണ് കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുകയാണേ. അല്ലാത്തൊരു ലീല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും അത് സംഭവിച്ചു പോയി. അപ്പോൾ പാർവതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ശിവൻ ആശുതോഷന് ക്ഷിപ്രകോപി ആണെങ്കിലും ഇവിടെ ഞാൻ വേണ്ട എന്ന് ഒന്ന് ഒഴിഞ്ഞു നിന്നു എന്നാ. ഗൗരി തൻ സങ്കടം ശാപവാക്കായി തഥാ ദേവസ്ത്രീ സന്തതിയുണ്ടായിടാദൃഢം. എൻ്റെ സുഖത്തെ നശിപ്പിച്ച ദേവകൾ ദുഃഖം ഭുജിച്ചിടും ബുദ്ധി നശിക്കയാൽ. അപ്പോൾ പാർവതി ശപിച്ചു, ഇനി ദേവസ്ത്രീകളാരും പ്രസവിക്കേണ്ട, ദേവന്മാർക്ക് ഇനി കുട്ടികളില്ല. ഈ ശാപം ഫലിച്ചുപോയി. സൃഷ്ടിയുടെ തുടക്കത്തിലായതുകൊണ്ട് പിന്നീട് ദേവന്മാർക്ക് അതിന് ഈ ശാപത്തിന് പരിഹാരമില്ല. ബ്രഹ്മഹത്യാഭാവം പോലെയാണല്ലോ. അപ്പോൾ അത് കാരണം ഈ പാർവതിയുടെ ശാപത്തിന് പരിഹാരമില്ല, കുട്ടികളുണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല ദേവന്മാർക്ക് എന്നും അസുരന്മാരുടെ പീഡ കൊണ്ട് പലപ്പോഴും ദുഃഖമാണ്. ഇന്ദ്രൻ സ്വതേ സുഖം അനുഭവിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. ആരെങ്കിലും തപസ് ചെയ്ത് അവിടെ ചെന്ന് മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇന്ദ്രന് എന്തെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നുകിൽ മഹർഷിയാവും, അല്ലെങ്കിൽ ബാലന്മാരാവും, അല്ലെങ്കിൽ സ്ത്രീകളാവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തായാലും ദുഃഖം തന്നെയാണ്. മഹാദേവനായാലും വിഷ്ണു ആയാലും ഒക്കെ ചെന്ന് തടസ്സം ചെയ്ത് ആകെ പ്രശ്നമാക്കും, ദുഃഖമാവുകയും ചെയ്യും. അപ്പോൾ വൃത്രനായാലും വേണ്ടില്ല, ജലന്ധരനായാലും വേണ്ടില്ല, ഏത് ദേവന്മാരായാലും ശരി, ഇന്ദ്രനാണുള്ള ദുഃഖം മുഴുവൻ. അതൊക്കെ പാർവതിയുടെ ശാപം കൊണ്ടാണ്. അപ്പോഴേക്കും രുദ്രവീര്യം സ്ഖലിച്ചുപോയി. വിഷ്ണുവോടോതി ഇതാ ആരേർക്കും ഹരേ വിഷ്ണുവോടോതി ഇതാരേൽക്കുമെന്നതായി. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. ഈ ശാപം ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ ശിവൻ്റെ വീര്യം സ്ഖലിച്ചു പോയി. അത് ഭൂമിയിലേക്ക് അങ്ങോട്ട് വീണു. ഇതെന്താ ചെയ്യുക എന്നായി. ഭൂമിക്ക് മാത്രമേ കഷ്ടിച്ചത് ഏൽക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് ഇട്ടത്. അതുകൊണ്ട് ഭൂമിയും ശപിച്ചു കേട്ടോ. ആ ശാപം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി ഒരാളും ഈ വീര്യസ്ഖലനം എൻ്റെ ദേഹത്ത് പതിപ്പിക്കരുത്. ജലത്തിൽ പാടില്ല, ഭൂമിയിൽ പാടില്ല. അതാണ്. അപ്പോൾ വളരെയധികം മനസ്സിലെത്തണം. വീര്യം ഒരു കാരണവശാലും വെറും നിലത്ത് വീഴാൻ പാടില്ല എന്നാണ്. അപ്പം അത്രയ്ക്കുണ്ട് ശാപങ്ങൾ, കുറച്ചൊന്നല്ല. നമ്മൾ ഇത് എങ്ങനെ പാലിക്കണം എന്നുള്ളത് നമ്മൾ നല്ലോണം ഈ പുരാണങ്ങളെ ആശ്രയിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ശുദ്ധി എപ്രകാരത്തിലേക്കാണ് വേണ്ടതെന്നുള്ളത്. അപ്പോഴേക്കും രുദ്രവീര്യം സ്ഖലിച്ചുപോയി. വിഷ്ണുവോടോതി ഇതാരേൽക്കുമെന്നതായി. ഭൂമിയേൽക്കും എന്നു കേട്ടു നൽകി ശിവൻ. ഭൂമിയേൽക്കും എന്നു കേട്ടു നൽകി ശിവൻ. വീണുധരയിൽ ശിവസുതവീര്യവും. അപ്പോൾ അത് ഭൂമി സ്വീകരിച്ചു. അഗ്നിയുടൻ പ്രാവായി രക്ഷിക്കവേ ശിവ ശാപമേകി സർവം ഭക്ഷിതനാഗനി. അഗ്നി ശിവവീരം ഭക്ഷിക്കയാൽ സുരർ ഗർഭമേറ്റു ദുഃഖം പൂണ്ടു വിവശരായി. അപ്പോൾ ഭൂമിയിലേക്ക് അങ്ങോട്ട് വീഴണതും അഗ്നി ഒരു പ്രാവായിട്ട് ചെന്ന് അത് കൊത്തിയെടുക്കുന്നതും ഒപ്പായി. ഭൂമിക്ക് പോലും സങ്കടമായി എന്നാ. അപ്പോഴാണ് ഭൂമി ശപിച്ചത്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി ഒരാളും ഒരു പുരുഷനും ഈ രേതസ് എൻ്റെ ദേഹത്ത് വീഴ്ത്താൻ പാടില്ല. പിന്നെ സന്തതിനാശം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ജലത്തിൽ പാടില്ല, അഗ്നിയിൽ പാടില്ല. അതൊക്കെ വളരെ നിർബന്ധമാണ്. വരുന്നിടത്ത് പാടില്ല എന്നർത്ഥം. അപ്പം അതിനാണ് എന്തെങ്കിലും മുണ്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് നല്ലോണം മനസ്സിരുത്തണം, ഇല്ലെങ്കിൽ അബദ്ധവും. അപ്പോൾ ഇത് അഗ്നിദേവൻ ഒരു പ്രാവായിട്ട് ചെന്നിട്ട് ഈ വീരത്തെ ഭുജിച്ചു, ആഹരിച്ചു എന്നർത്ഥം. അപ്പോഴോ അഗ്നിയുടൻ പ്രാവായി ഭക്ഷിക്കവേ ശിവ ശാപമേകി സർവം ഭക്ഷിതനാഗനി. അഗ്നി ശിവവീര്യം ഭക്ഷിക്കയാൽ സുരർ ഗർഭമേറ്റു ദുഃഖം പൂണ്ടു വിവശരായി. അപ്പോൾ ഇത് അഗ്നി പ്രാവായിട്ട് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പാർവതിക്ക് സങ്കടമായി. പാർവതി ശപിച്ചു, അഗ്നിദേവ അങ്ങ് എല്ലാം ഭക്ഷിക്കൂ. അന്ന് മുതൽ അഗ്നിയിൽ നല്ലതും ചീത്തയൊക്കെ കൊണ്ടിടാം.
അതുവരെ പറ്റില്ല. അതുകൊണ്ടാണ് ശവമായാലും അഗ്നിയിൽ കൊണ്ടിടാം. എത്ര ചീത്തയും അഗ്നിയിൽ കൊണ്ടിടാം. അഗ്നി ആളി കത്തിച്ച് കഴിഞ്ഞാൽ അത് അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റാത്തതായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാം ദഹിക്കുന്ന പറയാം. അത്രയും കാലം വേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കാറ്റായാലും ജലമായാലും ഭൂമി ആയാലും അഗ്നി ആയാലും ഒക്കെ അത്രയും കാലം കാത്തിരിക്കണം, അത്രയും നേരം കത്തിച്ചുകൊണ്ടിരിക്കണം എന്നർത്ഥം. അതിന് താപത്രയത്തുണ്ട്, മറ്റേ 100 ഡിഗ്രി 1000 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. അതിൽ പെടാത്തതായിട്ടൊന്നുമില്ല. അഗ്നിക്ക് തീക്ഷ്ണത ഉണ്ട്, അത് ഉറപ്പാണ്. അതിലാച്ചാൽ ലോഹത്തിന് ഒരുക്കാൻ പറ്റില്ലല്ലോ. മണ്ണായാലും കല്ലായാലും ഇരുമ്പായാലും സ്വർണ്ണമായാലും ഒക്കെ ഉരുകുക തന്നെ ചെയ്യുന്നർത്ഥം. അത് തീർത്തും ഇല്ലാണ്ടാവും, കാണാനില്ലാണ്ടാവും. എവിടേക്കാണ് പോകണമെന്ന് വെച്ചില്ല, അങ്ങനെ കാണാനില്ലാണ്ടാവും. രുദ്രനെ നന്നായി സ്തുതിച്ചു സുരരുടൻ, രുദ്രാജ്ഞയാലത് ഛർദ്ദിച്ചു ദേവകൾ. ഇപ്പോൾ ഇവിടെ അഗ്നിക്ക് ഇത് പ്രാവായിട്ട് തിന്നു കഴിഞ്ഞപ്പോൾ ഗർഭമുണ്ടായപ്പോൾ അത് എല്ലാ ദേവന്മാർക്കും ഗർഭമുണ്ടായ രീതിയിലായി. ഈ അനുഭൂതി എല്ലാവർക്കും വന്നു എന്നാ. ദേവസ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ പറ്റില്ല. അപ്പോൾ ദേവകളാണ്, സുരന്മാരാണ് ഈ ഗർഭത്തെ ധരിച്ചത്. അപ്പോൾ അവർക്ക് ആകെ പ്രശ്നമായി. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഭഗവാനെ മഹാദേവനെ സമീപിച്ചു, പ്രാർത്ഥിച്ചു. ഇനി എന്താ ഞങ്ങൾ വേണ്ട എന്നായി. അപ്പോൾ മഹാദേവൻ പറഞ്ഞു ഛർദ്ദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദേവന്മാരും ആ വീര്യത്തെ ഛർദ്ദിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ അച്ഛൻ സ്ഥാനം അല്ലെങ്കിൽ അമ്മ സ്ഥാനം, അമ്മയിലും അച്ഛനായാലും മറ്റേ അങ്ങനെ പറയാം, ജഗത് പിത എന്ന അമ്മയെ പറയാം. അപ്പോൾ അതുകൊണ്ട് അത് സ്ത്രീലിംഗം പുല്ലിംഗം ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഇവരൊക്കെ അമ്മമാരായി എന്നർത്ഥം, അതാണ്. ഇപ്പോൾ ഇവിടെ ആദ്യം ഭൂമിക്ക്, അപ്പോൾ ഭൂമി ആദ്യത്തെ മാതാവായി, രണ്ടാമത് അഗ്നി പ്രാവായിട്ട് വന്നായി, രണ്ടാമത്തെ അമ്മയായി, മൂന്നാമത് ദേവകൾ, ഇപ്പം മൂന്നാമത്തെ അമ്മയായി. ഇതൊക്കെ സുബ്രഹ്മണ്യൻ്റെ അമ്മമാരാട്ടോ. അങ്ങനെ ഛർദ്ദിക്കാൻ പറഞ്ഞപ്പോൾ ഛർദ്ദിച്ചു. രുദ്രനെ നന്നായി സ്തുതിച്ചു സുരരുടൻ, രുദ്രാജ്ഞയാൽ അത് ഛർദ്ദിച്ചു ദേവകൾ. വീണു ഭുവി അത് സൂര്യതേജസ്സോടെ, അഗ്നിക്ക് ദുഃഖമായി തെറ്റിയ വൃത്തിയാൽ. തൻ്റെ പുത്രനാവണം ശിവവീര്യം എന്ന് സ്വയം നല്ലോണം മോഹിച്ചിട്ടാണ് പ്രാവായിട്ട് ചെന്നിട്ട് അത് എടുത്തതേ. പക്ഷേ അത് തരായില്ല. കാരണം താനെല്ലാം ഭക്ഷിക്കുന്നവനാ, ഒന്നും പുറത്തേക്ക് വരില്ല. അപ്പം എന്നാൽ ശിവവീര്യമായത് കൊണ്ട് അത് പുറത്തേക്ക് വന്ന് തനിക്കൊരു പുത്രനുണ്ടാവട്ടെ എന്ന് മോഹിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ നടന്നില്ല. ഇപ്പോൾ അവിടെ വലിയ ദുഃഖമായി അഗ്നിക്ക്. രുദ്രേച്ഛ നാരദനോദി അഗ്നേ ഭവാൻ, ഭൂസുരപത്നിയിൽ ബീജമേറ്റു ദ്രുതം. ശുദ്ധകളാം 6 വിപ്രസ്ത്രീ തന്നിലായി, എത്തിച്ചു വന്നി ശിവബീജം ഭദ്രമായി. അപ്പോൾ നാരദൻ അവിടെ വന്നു. അഗ്നി ദുഃഖിക്കണ്ട കേട്ടോ, ഈ ബീജത്തെ എടുത്ത് വിപ്രപത്നിമാരിൽ ഏറ്റോളൂ, അല്ലെങ്കിൽ വിപ്രപത്നിമാരിൽ എത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നിക്ക് വലിയ സന്തോഷമായി. എന്തായാലും ഒരു പിതൃസ്ഥാനം കിട്ടാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നാരദൻ്റെ ആജ്ഞ സ്വീകരിച്ചിട്ട് അത് നോക്കുമ്പോൾ കൃത്തികകൾ എന്ന പേരായിട്ട് ബ്രാഹ്മണ പത്നിമാരായിട്ട് ഒരു 6 പേരുണ്ട്. അവരെ കണ്ടപ്പോൾ അവരിൽ ഈ ബീജത്തെ അങ്ങോട്ട് കൊടുത്തു, എത്തിച്ചു. അപ്പോൾ അവരത് സ്വീകരിച്ച് നോക്കുമ്പോഴാണ് അതിന് വളരെയധികം കനത് താങ്ങാൻ പറ്റുന്നില്ല. ശിവവീര്യാണേ, ശിവന് നേരിട്ട് കൊടുക്കാച്ചാൽ സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, അഗ്നി മുഖാന്തരമല്ലേ കിട്ടണത്. അപ്പോൾ അത് സ്വീകരിക്കാൻ കനം താങ്ങിയില്ല എന്നാണ്. പിന്നെ കുറച്ചൊരു പേടിയായി. കാരണം ഇവിടെ ജാരസന്തതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതും അതൊക്കെ പാതിവൃത്യത്തിന് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പേടിയാവും ചെയ്തു അവർക്ക്. എന്താ ഉണ്ടായാലും ശരി, ഏതായാലും പറ്റാണ്ടേ. ഇപ്പോൾ അവർ ഹിമവാനിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചു എന്നാണ്. രുദ്രേച്ഛ നാരദനോദി അഗ്നേ ഭവാൻ, ഭൂസുരപത്നിയിൽ ബീജമേറ്റു ദ്രുതം. ശുദ്ധകളാം 6 വിപ്രസ്ത്രീ തന്നിലായി, എത്തിച്ചു വന്നി ശിവബീജം ഭദ്രമായി. ബ്രാഹ്മണികൾ ഹിമവാനിൽ കളഞ്ഞത് കണ്ടു ഭയന്നു ഗിരിയിട്ടു ഗംഗയിൽ. ഗംഗയതീനെ ശരവനം തന്നിലും എത്തിക്കവേ ഉണ്ണിയായി ജനിച്ചവൻ. ഇപ്പോൾ ഇവിടെ ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൃത്തികൾക്ക് ഇത് സഹിക്കാൻ വയ്യാണ്ട്, ഭാരം സഹിക്കാൻ വയ്യാതെ കണ്ട് അവരത് ഹിമവാനിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഹിമവാന് അത് ഭയങ്കര വിഷമായിട്ട് തോന്നി. കാരണം ഹിമവാൻ അത് സ്വീകരിക്കാനുള്ള അത് പറ്റായിട്ടല്ല, പക്ഷേ അത് അങ്ങനെയല്ല വേണ്ടത് എന്ന് തോന്നി. അതുകൊണ്ട് ഹിമവാൻ പുരുഷനല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ഗംഗയിലാവാം എന്ന് കണക്കാക്കി. തൻ്റെ പുത്രിയാണ്. അങ്ങനെ ഗംഗയിലിട്ടു. ഗംഗയിലിട്ടപ്പോൾ അത് സ്വതേ പത്നിയാണ്, ശിവൻ്റെ പത്നിയാണ്, ഹിമവാൻ്റെ പുത്രിയാണ്. അപ്പോൾ അതിന് അർഹതയുണ്ട്.
ഗംഗ അത് യഥാകാലം ഈ ശരവനത്തിലേക്ക് കൊണ്ടുപോയിട്ട് തിരമാലകളെ കൊണ്ടുപോയിട്ട് എത്തിച്ചു എന്നാണ്. അപ്പോൾ വളർന്നത് ഗംഗയിലാണ്. ഇപ്പോൾ ഗംഗാപുത്രനാണ് ഈ സുബ്രഹ്മണ്യൻ. ശിവൻ്റെ പുത്രനാണ്, പാർവതിയുടെ പുത്രനാണ്, ഭൂമിയുടെ പുത്രനാണ്, അഗ്നിയുടെ പുത്രനാണ്, ദേവകൾക്കൊക്കെയും പുത്രനാണ്, ഹിമവാൻ്റെ പുത്രനാണ്, ഇപ്പോൾ ഗംഗയുടെയും പുത്രനാണ്. ഇങ്ങനെ ആ ഗംഗാപുത്രൻ ഈ ശരവനം അത് ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അവിടെ ചെന്ന് ആ തീരത്ത് ചെന്നു. അപ്പോഴേക്കും ഈ പൂർത്തി വന്നു കഴിഞ്ഞു. ഉണ്ണി എന്നുള്ള നിലയ്ക്ക് മറ്റേ ബീജാണ്, ഇത് ഉണ്ണിയായി, പ്രസവിക്കേണ്ട സമയമായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അത് കൊണ്ടുപോയിട്ട് കൊടുത്തത്. അപ്പോൾ ശരിക്കും ഗംഗയാണ് ഈ സുബ്രഹ്മണ്യൻ്റെ അമ്മ. അങ്ങനെ ഈ ശരവനത്തിൽ ആ ഉണ്ണി സർവ അംഗഭൂഷിതനായിട്ട് വന്നു എന്നർത്ഥം. പൂർണ്ണനായിട്ട് വന്നു സുബ്രഹ്മണ്യൻ, ഗുഹൻ, സ്കന്ദൻ. ഗംഗ അധീനെ ശരവനം തന്നിലും എത്തിക്കവേ ഉണ്ണിയായി ജനിച്ചവൻ. മാർഗശീർഷം ധനു ശുക്ലപക്ഷം തിഥി ഷഷ്ഠിയിൽ ഭൂജാതനായി ഗുഹൻ സുരൻ. അപ്പോൾ ശിവയുടെ സ്തന്യം ചുരന്നുപോയി പുഷ്പവൃഷ്ടി ചെയ്തു ദേവകൾ വാദ്യവും. ആ സമയത്ത് സർവത്ര ശിവനാമകീർത്തനം. ഹരഹര മഹാദേവ, നമ ശിവായ നമ ശിവായ നമ ശിവായ, ഓം വം വജൽഭൂയേ നമ. സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രം അതാ. മാർഗശീർഷം ധനുമാസിലാണ് വരിക. വെളുത്ത പക്ഷം, ശുക്ലപക്ഷം, ഷഷ്ഠി തിഥി, ആറാമത്തെ തിഥിയാണ് ഷഷ്ഠി. അപ്പോൾ സ്കന്ദഷഷ്ഠി എന്ന് പ്രത്യേകമായിട്ട് പറയും. ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠി. സ്കന്ദൻ ഭൂജാതനായത്, സുബ്രഹ്മണ്യൻ ജനിച്ച ദിവസം. വളരെ പ്രധാനമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ, വളരെയധികം പ്രധാനമായിട്ട്. അന്ന് തന്നെ പ്രതിഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ള തന്ത്രിമാരൊക്കെ നോക്കുകയും ചെയ്യും. മകരം, കുംഭം, മീനം, മേടം, മെടവം, മിഥുനം. അത് ഉത്തരായണ കാലത്തിലോട്ട് വരില്ല. എന്നാലും സ്കന്ദനൊക്കെ അങ്ങനെയാണ്, ഒക്കെ വിപരീതം അങ്ങനെയാണ്. അപ്പോൾ സ്കന്ദൻ ഈ ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയിലാണ് ജനിച്ചത്. അപ്പോൾ അത് എല്ലാവരും ദേവന്മാരൊക്കെ ആഘോഷിച്ചു. അപ്പോഴേക്കും പാർവതി ദേവിക്ക് സ്തന്യം ചുരന്നുപോയി. മലയിൽ പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതെന്താണാവോ ഇങ്ങനെ, എവിടെയാണാവോ എൻ്റെ ഉണ്ണി, മഹാദേവനോട് അവലാതി. ഏതായാലും സുബ്രഹ്മണ്യ ജനനം ദേവകളൊക്കെ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. കാരണം അവരുടെ പുത്രനാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്ത് ശിവൻ്റെ പേരും പാർവതിയുടെ മേലുമൊക്കെ പുഷ്പവൃഷ്ടി ചെയ്ത് ലോകം മുഴുവൻ ഇത് അംഗീകരിച്ചു. ഹിമവാനിലെ ഈ ഉണ്ണിയുടെ, ഗംഗയിൽ ഒക്കെ എല്ലാവർക്കും, ഹിമവാനിലെല്ലാവർക്കും ഈ പുഷ്പവൃഷ്ടി ഉണ്ടായി എന്ന് പറയാണ്. മാർഗശീർഷം ധനു ശുക്ലപക്ഷം തിഥി ഷഷ്ഠിയിൽ ഭൂജാതനായി ഗുഹൻ സുരൻ. അപ്പോൾ ശിവയുടെ സ്തന്യം ചുരന്നുപോയി പുഷ്പവൃഷ്ടി ചെയ്തു ദേവകൾ വാദ്യവും. ചൊല്ലി വിധി വിശ്വാമിത്രനെത്തി തഥാ സ്കന്ദനെ വീണു നമിച്ചു ചെയ്തു ഉടൻ. ജാതകർമാദികൾ സ്കന്ദനോദി സ്വയം തൻ്റെ കഥ ഒപ്പം കൗശികനു യശസ്. ആ സമയത്ത് ബ്രഹ്മാവ് വിശ്വാമിത്രനെ വിളിച്ച് പറഞ്ഞു, വിശ്വാമിത്ര, അങ്ങാണ് ഈ സുബ്രഹ്മണ്യ സ്വാമിക്ക് ജാതകർമാദി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പേരിടുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പുണ്യാഹം, ജാതകർമ്മം, അങ്ങനെ പലതുമുണ്ട്. അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്രൻ അവിടെ വന്നു. ഈ സുബ്രഹ്മണ്യനെ നമസ്കരിച്ചു. ഭാവി ഒക്കെ അറിയാവുന്നയാളാണ്. ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്തു, തൻ്റെ കഥകളൊക്കെ വിസ്തരിച്ച് ഭൂതവും ഭാവിയും വരാനുള്ള കാരണവും അങ്ങനെ പലതും ഒക്കെ ഈ ഗുരുവായിട്ടുള്ള ഈ വിശ്വാമിത്രനോട് പറഞ്ഞു. അതേപോലെ സുബ്രഹ്മണ്യ സ്വാമി ഈ വിശ്വാമിത്രനെ നന്നായിട്ട് അനുഗ്രഹിച്ചു. ത്രികാലജ്ഞാനം തൊട്ടുള്ള ഭക്തി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുഗ്രഹിച്ച് കൊടുത്തു എന്നാണ്. വിശ്വാമിത്രനകത്ത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓടി വന്നതേ, ബ്രഹ്മാവിൻ്റെ ആജ്ഞ. ഇനി എന്താ കൂടുതൽ കിട്ടാനുള്ളത്? ജാതകർമാദികൾ സ്കന്ദനോ ചൊല്ലി വിധി വിശ്വാമിത്രനെത്തി തഥാ സ്കന്ദനെ വീണു നമിച്ചു ചെയ്തു ഉടൻ. ജാതകർമാദികൾ സ്കന്ദനോദി സ്വയം തൻ്റെ കഥ ഒപ്പം കൗശികനു യശസ് നൽകി അനുഗ്രഹം ജ്ഞാനവും ഭക്തിയും. അപ്പോഴേക്കും എത്തി ശ്വേതനും വഹ്നിയും ചുംബിച്ചുവേൽ നൽകി അഗ്നിസുതനുടൻ.
വേലാൽ ഹനിച്ചു ഗുഹൻ ശ്വേതദേവനെ കഷ്ടമെന്നോതി ഭൂവിറച്ചുപോയി കഷ്ടമെന്നോതി സുരർ ഭൂവിറച്ചുപോയി. ഇന്ദ്രൻ്റെ വജ്രപ്രഹരമേറ്റു ഗുഹൻ ശാഖനുണ്ടായി അപ്പോൾ വീണ്ടുമേറ്റു അടി ഉണ്ടായി വിശാഖൻ തഥാ നൈഗമൻ സുരർ. 4 പേരും കൂടി ഇന്ദ്രനെ കൊല്ലുവാൻ ചെന്നപ്പോൾ പേടിച്ചു സ്വർഗമെത്തി സുരൻ. എത്തി ഗുഹചാരെ കൃത്തികകൾ തഥാ 6 പേരും തർക്കമായി മകൻ മമാം. ഇപ്പോൾ അവിടെ ജാതകർമാദികളൊക്കെ ചെയ്തു, വിശ്വാമിത്രനെ അനുഗ്രഹിച്ചു, ഭക്തി കൊടുത്തു, ജ്ഞാനം കൊടുത്തു. ഇങ്ങനെയുള്ള സമയത്താണ് ഈ അഗ്നിയും ശ്വേതനും കൂടിയിട്ട് അവിടെ വന്നത്. എന്നിട്ട് അഗ്നി ഒരു വേല് സമ്മാനമായിട്ട് കൊടുത്തു. ആ ഉണ്ണിയെ എടുത്തു, ആലിംഗനം ചെയ്തു, ചുംബിച്ചു, പലതും സ്നേഹ അങ്ങനെ കാണിക്കലുണ്ടല്ലോ, ലാളനകളൊക്കെ കാണിച്ചു. അതിന് ശേഷം ഈ വേല് ആയുധമായിട്ട് കൊടുത്തു. അപ്പോൾ അഗ്നിയുടെ വേല് അമോഘമാണ്. ആ വേലെടുത്തിട്ട് ഈ ശ്വേതനെ അങ്ങോട്ട് പ്രഹരിച്ചു, ശ്വേതനെ ഹനിച്ചു. ഇത് ചിന്തിക്കാത്തതാണ്, അഗ്നി ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒന്ന്. അപ്പം എല്ലാവരും കഷ്ടമോദീശ്വരർ ഭൂമി വിറച്ചുപോയി. അപ്പോൾ വല്ലാത്തൊരു സങ്കടമായി, ഭൂമി വിറച്ചുപോയി. ദേവൻ ഇങ്ങനെ ചെയ്യുന്നത് വിചാരിച്ചില്ല. ശ്വേതനെ സുബ്രഹ്മണ്യൻ വധിക്കുമെന്നുള്ളതാണ് ഈ അഗ്നി പോലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇന്ദ്രൻ സുബ്രഹ്മണ്യനെ വജ്രം കൊണ്ട് പ്രഹരിച്ചു. അപ്പം അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ശാഖൻ എന്ന പേരായിട്ട് സുബ്രഹ്മണ്യൻ്റെ ഒരംശം പുറത്തേക്ക് വന്നു. രണ്ടാമതും അടിച്ചു കഴിഞ്ഞപ്പോൾ വിശാഖൻ എന്ന പേരായിട്ട് സുബ്രഹ്മണ്യൻ്റെ അംശമായിട്ട് വേറൊരാൾ പുറത്തേക്ക് വന്നു. വീണ്ടും അടിച്ചു കഴിഞ്ഞപ്പോൾ നൈഗമൻ എന്ന പേരിൽ മറ്റൊരു ദേവൻ ഈ സുബ്രഹ്മണ്യൻ്റെ ദേഹത്ത് നിന്ന് പുറത്തു വന്നു. ശാഖൻ, വിശാഖൻ, നൈഗമൻ, സുബ്രഹ്മണ്യൻ, സ്കന്ദൻ, ഈ 4 പേരും ഇന്ദ്രൻ്റെ വിരോധികളായിട്ട് തീർന്നു. അവർ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് പിന്നാലെ ചെന്നു. ചെറിയ കുട്ടികളാട്ടോ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഇന്ദ്രനെ തടുക്കാൻ പറ്റിയില്ല. ശിവൻ്റെ പുത്രനാതെ, ശിവൻ്റെ പുത്രനെ ഇന്ദ്രനടിക്കാൻ ഇന്ദ്രന് തോന്നിയപ്പോഴോ ആദ്യത്തെ അടിയിൽ ശാഖൻ, രണ്ടാമത്തെ അടിയിൽ വിശാഖൻ, മൂന്നാമത്തെ അടിയിൽ നൈഗമൻ, 3 പേരുണ്ടായി. ശ്രീ സുബ്രഹ്മണ്യനും കൂടിയിട്ട് ആ ഇന്ദ്രനെ അങ്ങോട്ട് ഇപ്പം തീർക്കാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നാലെ ചെന്നത്. പക്ഷെ അവിടെ ഇന്ദ്രനെ വധിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം വെച്ചാൽ ഇന്ദ്രനെ അവരോധിച്ചത് മഹാദേവനാ. ഇനി ഇന്ദ്രന് ഒരു മന്വന്തരം ഭരിക്കാനുള്ള അവകാശമുണ്ട്. അത് കഴിയാതെ കണ്ട് ഇന്ദ്രന് മരണമില്ല, മറ്റ് ശിക്ഷകളൊക്കെ കിട്ടും, എന്നാലും സുഖം എന്നുള്ളത് അനുഭവിക്കില്ല. അങ്ങനെയാണ് അത്. ഇതൊക്കെയാണ് കാരണം. ഈ ജാതി സുബ്രഹ്മണ്യനെ അടിക്കാൻ ചെന്നാൽ കിട്ടില്ലേ പ്രഹരം, അപ്പോൾ ദുഃഖം തന്നെയാണ് വരുള്ളൂ. അതാണ്. അങ്ങനെ ഇന്ദ്രൻ ഓടി അവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഈ കൃത്തികകൾ അവർ വിപ്രപത്നിമാരാണ്. അഗ്നിദേവനാണ് അവരെ ഈ ശിവൻ്റെ ബീജത്തെ ആ മാതാക്കളിൽ കൊണ്ടേൽപ്പിച്ചത്. അപ്പോൾ പ്രകൃത്യാ ഉള്ള മാതാക്കൾ ഈ കൃത്തികകളായി. അവർക്ക് സുബ്രഹ്മണ്യൻ ജനിച്ച സമയത്ത് ഈ പാർവതിക്ക് എങ്ങനെയാണോ സന്യം ചൊരുന്നത് അതേപോലെ തന്നെ ഈ കൃത്തികൾക്കും സന്യം ചൊരന്നു. അപ്പോൾ അവർ ഓടി വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ഈ ജാതകർമാദികളൊക്കെ കഴിഞ്ഞു. ഈ ഇന്ദ്രൻ്റെ പ്രഹരമേറ്റ് 4 പേരുണ്ടായി. അവർ ഇന്ദ്രനെ ഉപദ്രവിക്കാൻ ചെന്നപ്പോഴേക്കും ഇന്ദ്രൻ ഓടി മഹാദേവൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചു. അപ്പോഴാണ് ഈ അമ്മമാരുടെ വരവ്. ഈ ഉണ്ണിയെ കണ്ടു ഓരോരുത്തരും. അപ്പോൾ അവർ ഓരോരുത്തരും പറഞ്ഞു, ഇത് എൻ്റെ ഉണ്ണിയാണ്, ഇത് എൻ്റെ ഉണ്ണിയാണ്, ഇത് അങ്ങനെ 6 പേരും പറഞ്ഞു. അപ്പോൾ സുബ്രഹ്മണ്യൻ ഒരു ലീല കാട്ടി. തൻ്റെ ഈ ശരീരത്തിൽ ഒരു മുഖത്തിന് പകരം ശിവൻ്റെ 5 മുഖം കൂടി, അങ്ങനെ 6 മുഖം അങ്ങനെ ഉണ്ടാക്കി. 6 അമ്മമാരിൽ നിന്നും സ്തന്യം സ്വീകരിച്ചു. എത്തി ഗുഹചാരെ കൃത്തികകൾ തഥാ 6 പേരും തർക്കമായി മകൻ മമ 6 മുഖം പൂണ്ടു ഉണ്ടു സ്തനം ഗുഹൻ കൃത്തികകൾ സുതനാക്കി തീ പുത്രനെ. അഗ്നിയുടെ പുത്രനാ, സ്വന്തലോകം പൂകി പോറ്റി വളർന്നവൻ ശുക്ലപക്ഷ ശശി പോലെ ബലത്തോടെ. ഇപ്പം ഈ സുബ്രഹ്മണ്യനെ ഓരോരുത്തർക്കും അമ്മയായിട്ട് മാറാൻ സാധിച്ചു മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട്, ഇച്ഛ കൊണ്ട്. സുബ്രഹ്മണ്യൻ എന്ത് ചെയ്തു? അച്ഛൻ്റെ 5 തലയും തൻ്റെ ഒരു തലയും കൂടിയിട്ട് 6 തല
അങ്ങനെ ഉണ്ടാക്കി. ഈ 6 മുഖത്തോട് കൂടിയിട്ട് 6 അമ്മമാരിൽ നിന്നും സ്തന്യത്തെ സ്വീകരിച്ചു. അങ്ങനെ അവർ നല്ലോണം സ്തന്യപാനം ചെയ്തുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് തന്നെ ഈ ശിവൻ്റെ ഉണ്ണി, അത് ശിവൻ്റെ അല്ലാണ്ട് ഇവരുടെ സ്വന്തമായി, അവർ നന്നായിട്ട് തന്നെ വളർത്തി. അപ്പോൾ അത് ശുക്ലപക്ഷത്തിൽ എപ്രകാരത്തിലാണോ ചന്ദ്രൻ ഇങ്ങനെ പൂർണ്ണചന്ദ്രനായിട്ട് വരിക, അതേപോലെ സ്കന്ദൻ വളർന്നു എന്നാണ്. വളരെ വേഗത്തിൽ വളർന്നു. സ്കന്ദനൊരു ദിനമെത്തി സുരസഭ തന്നിൽ പല വീര്യം കാട്ടി ശിവഹിതം ചോദിച്ചു ഇന്ദ്രൻ ഭവാനാര ചൊല്ലണേ ചൊല്ലാതെ ഉണ്ണി മറഞ്ഞു വിദഗ്ധമായി. അപ്പോൾ ഈ ഉണ്ണിക്ക് ഒരു 6 വയസ്സായി. അപ്പോൾ 6 വയസ്സായ സമയത്ത് ഈ കൃത്തികകൾ ശിവൻ്റെ അടുത്തേക്ക് ഈ ഉണ്ണിയെ പറഞ്ഞയച്ചു. ആ ഉണ്ണി ഈ സുരസഭയിലെത്തി, ഇന്ദ്രൻ്റെ സഭയിൽ. എന്നിട്ട് ഇന്ദ്രൻ കാണാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആരാ ഭവാൻ എന്നായി. ഈ ഉണ്ണിയെ കണ്ടപ്പോൾ കൗതുകം, അതി തേജസ്, പലതുണ്ട്. ഇന്ദ്രനൊക്കെ മറന്നേ. തന്നെ കൊല്ലാൻ വന്നിട്ടുള്ള ഈ 4 പേരുണ്ടല്ലോ, ശാഖൻ, വിശാഖൻ, നൈഗമൻ, സ്കന്ദൻ, അവരെ മറന്നു. സുബ്രഹ്മണ്യൻ ചേർന്ന കാര്യങ്ങളൊക്കെ മറന്നു. ഇവിടെ ഇപ്പോൾ താരകാസുരൻ്റെ പീഡ കൊണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഈ ഉണ്ണിയുടെ വരവ്. ആരാ ഉണ്ണി ചോദിച്ചു. പക്ഷേ ഉണ്ണി ഒന്നും പറയാതെ കണ്ട് അവിടെ നിന്നും മറഞ്ഞു എന്നാണ്. അപ്പോൾ ശിവനോട് ചോദിച്ചിത് നമ്മുടെ പുത്രൻ എവിടെ മഹാപ്രഭോ, കാര്യമറിഞ്ഞപ്പോൾ വിട്ടുഭൂതങ്ങളെ കൃത്തികകൾ പേടിച്ചോതി ഗുഹനോടായി. ഇപ്പോൾ ഈ നാരദൻ ഈ വിഷയങ്ങളൊക്കെ കൈലാസ് എന്ന് പറഞ്ഞു. അവിടെ പാർവതി പെട്ടെന്നൊരു ഉൾപ്രേരണ കൊണ്ട് ശിവനോട് ചോദിച്ചു, നമുക്കൊരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട് ഒരു 5-6 കൊല്ലം മുന്നേ, ഇപ്പോൾ എവിടെയാ, വല്ല കഥയുണ്ടോ, അങ്ങ് ഒന്ന് അന്വേഷിക്കൂ. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് അന്വേഷിക്കാം. ഭൂതങ്ങളെ വിടുക. നന്ദി തൊട്ടുള്ള എല്ലാവരെയും കൂടിയിട്ട് ഭൂതഗണങ്ങളെ മഹാദേവൻ വിട്ടു. അപ്പോൾ ഓതി നന്ദികേശ്വരൻ കാര്യവും രുദ്രസന്ദേശം ശിവയുടെ ആഗ്രഹം കാര്യമറിഞ്ഞെത്തി കൈലാസത്തിൽ ഗുഹൻ തുഷ്ടിയേകി ശിവ പാർവതിമാർക്കുടൻ. ഇപ്പോൾ ഈ മഹാദേവൻ പാർവതിയുടെ ആജ്ഞ അല്ലെങ്കിൽ പാർവതിയുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് എവിടെയാണ് പുത്രൻ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കാര്യമറിഞ്ഞപ്പോൾ വിട്ടുഭൂതങ്ങളെ കൃത്തികകൾ പേടിച്ചോതി ഗുഹനോടായി. അപ്പോൾ ഓതി നന്ദികേശ്വരൻ കാര്യവും രുദ്രസന്ദേശം ശിവയുടെ ആഗ്രഹം കാര്യമറിഞ്ഞെത്തി കൈലാസത്തിൽ ഗുഹൻ തുഷ്ടിയേകീശ ശിവ പാർവതിമാർക്കുടൻ. ഭൂതഗണങ്ങളെല്ലാവരും കൂടിയിട്ട് ഈ വിപ്രപത്നിമാരുടെ അടുത്ത്, കൃത്തികകളുടെ അടുത്ത് എത്തി അന്വേഷിച്ചിട്ട്. അപ്പോൾ ഭൂതഗണങ്ങൾ നന്ദികേശ്വരനൊക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ലേശം പേടിയായിട്ടോ അവർക്ക്. ഏതായാലും ഇവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഓരോരുത്തർക്കും മഹാദേവൻ്റെ പുത്രനെ വളർത്താനും മഹാദേവൻ്റെ പുത്രനോടുള്ള ഈ വാത്സല്യത്തെ കൊടുക്കാനും മഹാദേവൻ അനുഗ്രഹം കൊടുത്തു. അതുകൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്, അല്ലെങ്കിൽ സാധിച്ചില്ലല്ലോ. അത് ഇന്ദ്രന് മാത്രമേ ഈ അബദ്ധം പറ്റിയുള്ളൂ. ഏതായാലും കാര്യം അറിഞ്ഞു. നന്ദി ഇവിടെ വന്നിട്ട് ഇതാ കൃത്യമായിട്ട് അടുത്തുണ്ട് കേട്ടോ എന്നെല്ലാം സംഗതി മനസ്സിലായി. ആ ഉണ്ണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് അവരെല്ലാവരും സ്വീകരിച്ചു, സൈന്യം കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം ദേവസേനാപതിയാക്കിയിട്ട് മഹാദേവൻ അവരോധിക്കുകയാണ്. ദേവസേനാപതിയാക്കി ശിവൻ തഥാ കാർത്തികേയന്നേകി വീര്യം ബലം വരം രുദ്രൻ മകനെ മടിയിലേറ്റി മുത ലാളിച്ചു. അപ്പോൾ സുരർ നൽകി കാഴ്ചകൾ. മഹാദേവൻ്റെ ഈ പുത്രനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പാർവതിക്ക് സൈന്യം കൊടുക്കാൻ സാധിച്ചു. കൃത്യകളിൽ നിന്നാണ് കിട്ടിയത്. അവർ ധാരാളം സമ്മാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരിൽ നിന്നുള്ള മാതൃസ്നേഹം ഈ ഉണ്ണിക്ക് കിട്ടി. ശിവൻ ഈ താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ശിവയിലൂടെ ഈ ഉണ്ണിയെ നേടിയത്. അപ്പോൾ ദേവസേനാപതി സ്ഥാനം കൊടുത്താലേ നടക്കുള്ളൂ. അതുകൊണ്ട് ദേവസേനാപതിയാക്കി. കാർത്തികേയൻ എന്നുള്ള പേര് കൃത്തികകളെ വളർത്തി കഴിഞ്ഞപ്പോൾ അത് ആ ഉണ്ണിക്ക് കിട്ടി. ഷൺമുഖൻ, 6 മുഖമുണ്ടായതുകൊണ്ട് ഷൺമുഖൻ എന്നുള്ള പേര് കിട്ടി. ഈ ജന്മം തൊട്ട് ഈ 6 വയസ്സ് വരെ വളർന്നത് കുറച്ചൊരു ഗോപ്യമായിട്ടാണ്. അപ്പോൾ ഗുഹൻ എന്നുള്ള പേരിൽ. അതേപോലെ എല്ലാ അർത്ഥത്തിലും ഭഗവാനാൽ ഈ ഉണ്ണിയുടെ ജന്മവും ഈ ഉണ്ണിയുടെ വളരലും ഇതെല്ലാം ഗോപ്യമായിട്ട് വയ്ക്കണം, താരകാസുരൻ അറിയരുത് എന്ന രീതിയിൽ അതിവിദഗ്ധമായിട്ടുള്ള ലീലകളോട് കൂടിയിട്ട് മഹാദേവൻ്റെ അടുത്ത് തന്നെ എത്തി. എല്ലാവരും ലാളിച്ചു. ധാരാളം ദേവന്മാരെല്ലാവരും വന്നു.
കാഴ്ചകളൊക്കെ ധാരാളം സമർപ്പിച്ചു. പാർവതി നൽകി വളരെ അനുഗ്രഹം, നൽകി ചിരംജീവിയാവാൻ വരം സതി. ലക്ഷ്മി സമ്പത്തും അറിവ് സാവിത്രിയും, ദേവകൾ സ്വന്തം കഴിവേകി സ്കന്ദന്. ഉത്സവമായി ഗുഹ സാമീപ്യം സർവരും ഘോഷിച്ചു, തൃപ്തർ വണങ്ങി മഹേശനെ. ഇപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെ ഈ ഉണ്ണി കൊടുത്ത സന്തോഷത്തെ തിരിച്ച് ഓരോരുത്തരും കാഴ്ചകളായിട്ടും നമസ്കാരമായിട്ടും സ്തുതിയായിട്ടും അങ്ങനെയില്ല. ഒരു ബ്രഹ്മാവസ്ഥയിലുള്ള ഭാവമാണ് സുബ്രഹ്മണ്യന്. ശിവതുല്യൻ ആണ്, വിഷ്ണു തുല്യൻ ആണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു ഭാവമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും അവരവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാൻ സാധിച്ചു, കൊടുത്തു. ലക്ഷ്മി സമ്പത്ത് കൊടുത്തു, വിദ്യ സാവിത്രിയാണ് കൊടുത്തത്, സവിതാവിൻ്റെ, സൂര്യൻ്റെ. അപ്പോൾ സൂര്യൻ തന്നെ ഗായത്രി ഉപദേശിച്ചു കൊടുത്തു എന്നുള്ള കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യ കൊടുത്തത്. അങ്ങനെയാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടത് എന്താണോ അത് മുഴുവൻ ഈ താരകാസുരനെ വധിക്കാൻ വേണ്ടതായിട്ടുള്ള യോഗ്യത കിട്ടുമാറാകട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് എല്ലാവരും കൊടുത്തു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു, ചൊല്ലി ശിവനോട് താരക ദൈത്യൻ തൻ ക്രൂരതയും വധം ചെയ്യേണ്ട കാര്യവും. അപ്പോൾ എല്ലാവരും സ്കന്ദനെ വിട്ടിട്ട് ഈ താരകാസുരനെ വധിക്കണേ ഭഗവാനെ, സമയമായിരിക്കുന്നു, ചെറിയ ഉണ്ണിയാണല്ലോ, വധിക്കുക. അതൊക്കെ നിയമമുണ്ടേ, പണ്ട് അങ്ങനെയൊക്കെയാണ്. ഉണ്ണി ഉണ്ടായ 6 വയസ്സ് കഴിയുമ്പോഴേക്കും വിദ്യാഭ്യാസമൊക്കെ വളരെ വേഗം കഴിയും, ഇവർക്കാവുന്ന വിഷയമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചൊല്ലി ശിവനോട് താരക ദൈത്യൻ തൻ ക്രൂരതയും വധം ചെയ്യേണ്ട കാര്യവും, സ്കന്ദനെ വിട്ട് വധിക്കണേ ശങ്കര, ഞങ്ങളും സൈന്യസമേതം വരാം പ്രഭോ. ചൊല്ലി വിധി ഇതു കേട്ടപ്പോൾ ശംഭുവൻ ചിത്തം തണുത്തു കൊടുത്തു കുമാരനെ. പിന്നെ ശിവാജ്ഞയാൽ സജ്ജമായി സൈന്യവും, ബ്രഹ്മവിഷ്ണു ശക്രൻ പോരിനായി ചെന്നുടൻ. സ്കന്ദൻ നയിച്ച സുരസൈന്യം പോർക്കളം തന്നിൽ അസുരനെ വെല്ലുവിളിക്കവേ. എല്ലാവരും കൂടിയിട്ട് സുബ്രഹ്മണ്യനെ വീര്യവാനാക്കി തീർത്തു. ആയുധാദി കാര്യങ്ങളെല്ലാം കൊടുത്തു. എല്ലാം വേലോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്, എന്നാലും ധാരാളം. ശിവൻ്റെ അനുഗ്രഹം, മറ്റു കാര്യങ്ങളും, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈ ദേവന്മാരുടെയും പിൻബലത്തോടു കൂടിയിട്ട്, ആരും വേണ്ട, സ്വതവേ ഒറ്റയ്ക്ക് പറ്റും, ഇല്ലായിട്ടല്ല, എന്നാലും സ്കന്ദൻ അങ്ങനെയാണ് പോയത്. അങ്ങനെ യുദ്ധകളത്തിലെത്തി വെല്ലുവിളിച്ചു. താരക ദൈത്യൻ വലിയ സൈന്യത്തോടെ വന്നു യുദ്ധത്തിനായി വിസ്മിതരായി സുരർ. സിംഹനാദത്തോടെ ആക്രോശിച്ചു അവർ, അപ്പോൾ അശരീരി വാക്കു കേട്ടു സുരർ. ദേവഗണങ്ങളെ സുബ്രഹ്മണ്യൻ ക്ഷണം, താരക ദൈത്യനെ കൊല്ലും ഭടരെയും. ഇങ്ങനെ കേട്ടപ്പോൾ തൃപ്തരായി സുരർ, പേടിച്ചു ദൈത്യൻ മഹാഘോരനെങ്കിലും. ഇവിടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവിടെ യുദ്ധക്കളത്തിൽ ചെന്ന സമയത്ത് താരകാസുരൻ്റെ വലിയ സൈന്യം കണ്ടു കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് പേടിയായി. അപ്പോൾ അവർ ഇനി എന്താ ചെയ്യുക എന്നുള്ള മട്ടായി. ഈ താരകാസുരനാണെന്ന് വെച്ചാലോ വളരെ ക്രുദ്ധനായിക്കൊണ്ട് സിംഹനാദത്തോട് കൂടിയിട്ട്, സിംഹനാദത്തിൽ നമ്മൾ ഉദ്ദേശിച്ച സിംഹത്തിൻ്റെ ചെറിയൊരു ശബ്ദം അതല്ല, പ്രപഞ്ചം മുഴുവൻ കിട്ടുകിട്ടാ വിറപ്പിക്കുന്നതായിട്ടുള്ള രീതിയിലാണ് ഈ താരകാസുരൻ്റെ ആക്രോശം. അത് കേട്ടപ്പോൾ എല്ലാവരും പേടിച്ചു. അപ്പോൾ അശരീരിയായ വാക്കായിട്ട് പറഞ്ഞു, ഈ സുബ്രഹ്മണ്യൻ ഈ താരകാസുരനെയും സൈന്യങ്ങളെയും മുഴുവൻ നിശേഷം വധിച്ചോളും. അശരീരി കേട്ടു, താരകാസുരനെ പേടിച്ചു, അസുരന്മാരൊക്കെ പേടിച്ചു. വീരം കെടുത്തി ഈ അശരീരി. ദേവന്മാർക്ക് ഉത്സാഹമായി. 2 വൻ സാഗരം പോലെ ദേവാസുരർ വന്നു നിരന്നു മുഴക്കി പെരുമ്പറ. മറ്റുള്ള ശബ്ദവും വെല്ലുവിളികളും കാഴ്ച വിട്ടും ഏറ്റുഭൂമി വിറച്ചുപോയി. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ആ സമയത്ത് ഈ വലിയ 2 കടലുകൾ തമ്മിലുള്ള യുദ്ധം പോലെ ഈ ശബ്ദങ്ങൾ, പോർവിളികൾ, ശംഖനാദം തൊട്ടുള്ള പലതുണ്ട്. അതൊക്കെ യുദ്ധകാഹളങ്ങളാണ്. അതെല്ലാം ഭൂമി പോലും കേട്ടിട്ട് വിറച്ചു പോയിന്നാ. തൻ്റെ പുത്രനാട്ടോ. പേടി വിട്ടു സുരർ ഇന്ദ്രനും സ്കന്ദനും ഐരാവതത്തിൻ പുറമേറി സജ്ജരായി. പിന്നെ വിമാനത്തിൽ കയറി ഗുഹൻ മുത നോക്കി സുരരെ ഭയപ്പെട്ടു ദൈത്യരും. കോപിച്ചു യുദ്ധം തുടങ്ങി ഭടർത്തത ഏറെ പേർ ചത്തു നിമേഷത്താൽ സൈനികർ. താരകൻ തന്നെ ബഹു സൈന്യമായുടൻ ഇന്ദ്രനോടേറ്റു അതിവീരൻ ക്രുദ്ധനായി. വന്നാശൻ വന്നുപോയി 2 സംഘത്തിലും ദ്വന്ദ്വയുദ്ധം പിന്നെ ചെയ്തു ഗംഭീരമായി. ഭീരുക്കളോടെ അതിമല്ലർ തുഷ്ടരായി വീരഭദ്രൻ ക്രുദ്ധനെത്തീരണത്തിനായി. താരകനോട് അതിഘോരം ചെയ്തു രണം. തോറ്റോടി ദൈത്യർ മുറിഞ്ഞ ദേഹത്തോടെ
സിംഹപ്പുറമേറി താരകൻ ക്രുദ്ധനായി ഏറെ നശിപ്പിച്ചു ദേവസൈന്യത്തെയും. എല്ലാവരെയും വളരെ വേഗം തന്നെ ഈ യുദ്ധത്തിൽ സ്കന്ദനും സുരന്മാരും കൂടിയിട്ട് ദേവന്മാരും കൂടിയിട്ട് അസുരരെയും ഈ താരകാസുരനെയും മുഴുവൻ ക്ഷീണിപ്പിച്ചു എന്ന് സാരം. വീരഭദ്രൻ തഥാ ധ്യാനിച്ചു രുദ്രനെ ശൂലമെടുത്തു അസുരവധത്തിനായി. കാർത്തികേയൻ അതേ ക്രുദ്ധനായി വീരനായി ചെയ്തു വന്നു യുദ്ധം രുദ്രനു തുല്യനായി. അപ്പോൾ രുദ്രൻ്റെ തുല്യതയുണ്ട് വീരഭദ്രന്, പക്ഷേ വീരഭദ്രനും വധിക്കാൻ പറ്റില്ല. ശക്തിക്ഷയം സംഭവിപ്പിച്ചു എല്ലാവരും കൂടിയിട്ട്. ഈ സുബ്രഹ്മണ്യൻ ആ താരകാസുരനെ വധിക്കുകയും ചെയ്തു. രണ്ടുപേരും കൂടി താരകനോട് അതിഗംഭീര യുദ്ധത്തെ ചെയ്തു പലവിധം. വീരഭദ്രനും ഈ സ്കന്ദനും കൂടിയിട്ടാണ് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ഈ താരകാസുരനോട് ചെയ്തത്. ദിവ്യായുധങ്ങളും ശ്രേഷ്ഠം പ്രയോഗവും കൊണ്ടും നശിപ്പിക്കപ്പെട്ടു വൻ സേനകൾ. തോറ്റോടി ദേവകൾ താരകഭീതിയാൽ വിഷ്ണുവെത്തി യുദ്ധം ചെയ്തു നേരിട്ടുടൻ. ചക്രം ധനുസ് ഗദ വാളും കൊണ്ടൊക്കെയും ഗംഭീരം പാലകൻ ചെയ്തു യുദ്ധം സദാ. വിഷ്ണു തൊട്ടുള്ളവരൊക്കെ വിഷ്ണു അതിഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ ചെയ്ത് ഈ ദൈത്യന്മാരെ മുഴുവൻ തൻ്റെ ശംഖചക്ര ഗദ കൊണ്ട്, അല്ലെങ്കിൽ പലതും ഉണ്ടല്ലോ, ഭഗവാന്റെ ആയുധങ്ങൾ ധാരാളമാണ്, എല്ലാവരെയും വധിച്ചു. അപ്പോൾ സമ്പൂർണ്ണ നാശം തന്നെയാണ്. ഈ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരായിട്ട് ആരുമില്ല. വൃത്രവധം, ത്രിപുരാന്തക ആ ഭാവം, ത്രിപുരരെ വധിച്ചത് താരകാസുരൻ്റെ മക്കളാണത്. ശിവനാ കൊല്ലാനി. ഈ താരകാസുരവധം, അതേപോലെ ഈ ചില ദൈത്യന്മാർ പ്രത്യേകമായിട്ടുണ്ട്. മഹിഷാസുരൻ, ശുംഭനുശുംഭർ, അതൊക്കെ ഇങ്ങനെയാണ്. ഒരു പ്രത്യേകമായിട്ടുള്ള യുദ്ധവീര്യാണ്. എല്ലാവരും വന്നു ചേർന്നു എന്നാണ്. അതിൽ വരാത്തതായിട്ടുള്ള ഒരു ഇതുമില്ല. അതുപോലെ പാലാഴി മഥനം കഴിഞ്ഞിട്ടുള്ള യുദ്ധം എല്ലാവരും ചേർന്നു എന്നാണ്. അങ്ങനെ എല്ലാവരും ചേർന്നതായിട്ടുള്ള യുദ്ധങ്ങൾ വളരെ കുറവാണ്. 10 താഴെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ കുംഭകർണവധമൊക്കെ ഈ വാനരന്മാർ അത്രയേ ഉള്ളൂ. ദേവന്മാരുടെ അംശങ്ങളുണ്ടില്ല എന്ന് പറയില്ല, എങ്കിലും വ്യത്യാസമുണ്ട്. ഹിരണ്യകശിപു ആയാലും അതിനൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. ശിശുപാലനായാലും അത്രയ്ക്കില്ല. പക്ഷേ എങ്കിലും ഇതിൽ എല്ലാവരാലും ഒരു പങ്കാളിത്തം ഭഗവാനാൽ കൊടുക്കപ്പെട്ടു എന്നാണ്. എല്ലാവരും പലരും മരിച്ചു. ഈ 66 കോടിയുണ്ടേ, എല്ലാവരും കൊല്ലില്ല അത്രേ. വീണ്ടും വളരാൻ വേണ്ടിയിട്ട് പാതാളത്തിലേക്ക് കുറച്ച് ആൾക്കാർ തോറ്റോടും. അങ്ങനെയാണ്. അങ്ങനെ ചക്രത്താൽ വീണുപോയി താരകനെങ്കിലും ബോധം പോയി പിന്നെ തിരിച്ചു വന്നു അവൻ. തുല്യ ബലശാലിയാണെന്നു തോന്നിടും പോലെ പൊരുതി അസുരൻ വരത്തിനാൽ. ഇപ്പോൾ വീരഭദ്രനായാലും ഈ വിഷ്ണുവായാലും താരകാസുരനെ വധിക്കാൻ സാധിച്ചില്ല എന്ന് പറയുകയാണ്. ഇനി ആ താരകാസുരനെ വധിക്കുന്നതായിട്ടുള്ള രംഗം കൂടിയും അടുത്ത അധ്യായത്തിലാണ് പറയണത്. അത് നമുക്ക് നാളെ പറയാം. അപ്പോൾ എന്തിനാണോ ഈ ഭഗവാൻ ഇത്രയും കാലം കാത്തിരുന്നിട്ട് താരകാസുരൻ്റെ പുണ്യം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സമയം കാത്തിരുന്ന് കല്യാണം കഴിഞ്ഞിട്ടും പിന്നെയും കുറേ കാലം അതിന് ശേഷം ഉണ്ണി താരകാസുരനെ കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല സ്ഥലത്തും ഒളിപ്പിച്ച് താമസിച്ച് പിന്നെ കൊണ്ടുവന്ന് വീരവാനാക്കി ദേവസേനാപതിയാക്കി താരകാസുരനുമായിട്ട് യുദ്ധം ചെയ്തു. അതിൽ ഈ സുബ്രഹ്മണ്യൻ്റെ വീരത്തെയും താരകാസുരൻ്റെ വരബലത്തെയും അറിയിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനും തോൽപ്പിക്കാൻ പറ്റില്ല, താൻ തന്നെയായിട്ടുള്ള വീരഭദ്രനും തോൽപ്പിക്കാൻ പറ്റില്ല, ശിവൻ തന്നെയായിട്ടാണ് വന്നെന്ന്, പക്ഷെ വധിക്കാൻ പറ്റില്ല. ഇതെല്ലാം കാണിച്ചു തന്നു. ഇനി താരകാസുരനെ വധിക്കുന്നതായിട്ടുള്ള രംഗവും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് നാളെ പറയാം. സർവത്ര ശിവനാമകീർത്തനം ഹര ഹര മഹാദേവ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി. 9048039304 എൻ്റെ ഫോൺ നമ്പർ.